3, 2. Oh, thank God. Thank God. ഏട്ടാ, നോ പ്രോബ്ലം. ഇനി ഒരു വയറൂടെ ഉണ്ട്. നമ്മൾ രക്ഷപ്പെട്ടു ഓബി. വേട്ടാ. ടൈം കഴിഞ്ഞു. ബോംബ് എന്താ പൊട്ടാത്തെ? ഈ സമയത്തിനുള്ളിൽ ബോംബ് പൊട്ടണമല്ലോ. കാർത്തിക എന്നെ എന്താ വിളിക്കാത്തെ? ബോംബ് ഞാൻ ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ആരും ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും പുറത്തു വന്നോളൂ. വരും. ഈ ബോംബ് ഇവിടെ ആരായിരിക്കും ഓബി കൊണ്ടുവച്ചത്? ഇന്ന് ഓഫീസിൽ പുതിയതായി ആരെങ്കിലും വന്നായിരുന്നോ? 2-3 കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഓബി. അവരിൽ ആരോ ഒരാളാണ് ഈ ബോംബ് ഇവിടെ വെച്ചത്. പോയി CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യട്ടാ. അതാരാണെന്ന് കണ്ടുപിടിക്കണം. CCTV വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ഓബി. ശരിയാക്കാനായിട്ട് മെക്കാനിക്കിനെ വിളിച്ചതേ ഉള്ളുമായിരുന്നു. അവൻ വരാമെന്ന് പറയുകയും ചെയ്തു. ആരാട്ടെ ഇതൊക്കെ ചെയ്യുന്നത്? നമുക്ക് പോലീസിന്റെ വിവരം അറിയിക്കാം അബി. ബാക്കി അവർ കണ്ടുപിടിച്ചോളൂ. വേണ്ട ഏട്ടാ, ഇത് ഞാൻ തന്നെ നോക്കിക്കോളാം. ഈ കാര്യം നിങ്ങൾ ആരും പുറത്തു പറയരുത്. ഓക്കെ? ഓക്കെ സർ. ഞാനിപ്പോ വരാം. എന്താ ഇത്? ബോംബ് പൊട്ടിയില്ലല്ലോ. അഭിയേട്ടൻ വേസ്റ്റ് എടുത്ത് എറിയുന്നത് പോലെയല്ലേ ഈ ബോംബ് ഇവിടേക്ക് എടുത്തെറിഞ്ഞത്? ഹലോ മാം. എന്തുണ്ടായി കാർത്തികേ? ബോംബ് പൊട്ടിയോ? ഫ്യൂസ് പോയതുപോലെ ഉണ്ട് മാഡം. വാട്ട്? അതെങ്ങനെ ഫ്യൂസ് പോകും? അത് അഭിയേട്ടൻ ബോംബിനെ ഡിഫ്യൂസ് ചെയ്തതുപോലെ ഉണ്ട് മാഡം. അവിടെ ബോംബുള്ള കാര്യം അവരെങ്ങനെ മനസ്സിലാക്കി? അത് എനിക്കെങ്ങനെ അറിയാം മാഡം? നിന്നെ ആരും അവിടെ സംശയിച്ചില്ലല്ലോ അല്ലേ? ഇല്ല മാഡം, ഞാൻ പുറത്താ നിൽക്കുന്നേ. നീ എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നേ? പെട്ടെന്ന് വീട്ടിലേക്ക് പോ. ഓക്കെ മാം. അഭിറാം അഭിറാം അഭിറാം, ഞാൻ അവിടെ ബോംബ് വെച്ചത് നീ എങ്ങനെയാ കണ്ടുപിടിച്ചേ? ആ ശിവനെ പോലെ നിനക്ക് തൃക്കണ്ണ് വല്ലതും ഉണ്ടോ? എല്ലാത്തിനൊരു ഭാഗ്യം ഉണ്ടാവണം. നിനക്ക് നിന്റെ മോനും ഒട്ടും തന്നെ ഭാഗ്യല്ല. ആ വാസു ഉണ്ണിയാണെങ്കിൽ ഭയങ്കര ഭാഗ്യശാലികളാ. അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ വാസു ഉണ്ണിയും അനുഗ്രഹത്തോടെ ജനിച്ചത്. അതുകൊണ്ടാ എല്ലാം അവർക്ക് അനുകൂലമായിട്ട് നടക്കുന്നത്. അവരെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. ഇപ്പൊ എന്തിനാണ് നീ എന്നെ അടിച്ചത്? നിങ്ങൾ ചെയ്ത കാര്യത്തിന് എത്ര അടി അടിച്ചാലും മതിയാകില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഉണ്ണിക്ക് കൊടുത്ത നാരങ്ങ വെള്ളത്തില് ശബ്ദം പോകാനുള്ള മരുന്ന് കലർത്തിയിരുന്നില്ലേ? ഞാനെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നേ? എനിക്കതിന്റെ ആവശ്യം എന്താ? ഇനിയും അഭിനയിക്കണ്ടേ ഇളയമേ? നിങ്ങൾ ദമയന്തിയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. എന്താടി അവൻ ഇങ്ങനെ സംസാരിക്കുന്നത്? അവന്റെ ശബ്ദടയാൻ ഞാൻ എന്റെ ഈ കൈകൾ കൊണ്ടല്ലേ നാരങ്ങ വെള്ളത്തിൽ പൊടി കലക്കിയത്. എന്നിട്ടെന്താ അതൊന്നും ശരിയാവാത്തത്? ശിവൻ വിഷം കഴിച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ശബ്ദം നഷ്ടപ്പെടുന്ന വെള്ളം കുടിച്ചിട്ടും അവൻ നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. ഇളയമ്മ പറഞ്ഞത് സത്യോ ഇളയമ്മേ? എന്റെ ഉണ്ണി ശിവൻ തന്നെയാ. അതുകൊണ്ടാ നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിനെയൊക്കെ മറികടന്ന് എന്റെ ഉണ്ണി സംസാരിച്ചത്. ഉണ്ണി നിങ്ങൾക്കൊക്കെ എന്ത് ദ്രോഹം ചെയ്തേ? ഒരു കൊച്ചു കുട്ടിയോട് നിങ്ങൾക്ക് എങ്ങനെ പക തോന്നുന്നു? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? അയ്യോ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഇതേ ഇവള് പറഞ്ഞിട്ടാ ഞാൻ ചെയ്തത്.
സ്പീച്ച് മത്സരത്തില് എങ്ങനെങ്കിലും കിട്ടു ജയിക്കാൻ വേണ്ടിട്ട് ഉണ്ണിയുടെ ശബ്ദം എങ്ങനെയെങ്കിലും കളയണമെന്ന് വെച്ച് ആ മരുന്ന് ദാ ഈ ദമയന്തിയാ തന്നത്. എന്താ ദമയന്തി, ഇത് ദമയന്തിയുടെ പണിയാണോ? അതെ, എന്റെ പണി തന്നെയാ. എന്റെ മകൻ ജയിക്കണോന്ന് ആഗ്രഹിച്ചു. അത് തെറ്റാണോ? നിന്റെ മകൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റെന്നല്ല, പക്ഷെ അതിന് മറ്റൊരു കുട്ടിയെ ബലിയേടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അത് തെറ്റാ. ഉണ്ണിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. ഞങ്ങൾ എന്ത് ചെയ്താലും അവസാനം നിങ്ങളുടെ മോനല്ലേ ജയിച്ചത്. ഉണ്ണി ജയിച്ചാലും കിട്ടു ജയിച്ചാലും ഒരുപോലെ എനിക്ക് സന്തോഷം തോന്നുകയുള്ളൂ. രണ്ടുപേരും നമ്മുടെ വീട്ടിലെ കുട്ടികളാ. രണ്ടുപേരുടെ വിജയവും ഒരുപോലെ കാണണം. ദാ നോക്ക്, എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. എന്റെ മകൻ തന്നെ ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. മത്സരമായിട്ട് തന്നെ കാണണം ദമയന്തി. നീ എന്റെ ഭർത്താവിന്റെ അനിയത്തി ആയതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നാ പറയുന്നേ? നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് അപ്പൊ നിനക്ക് മനസ്സിലായേനെ. ഞാനായതുകൊണ്ടാ ഒരടിയിൽ അവളെന്നെ ഒതുക്കിയത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കഴുത്ത് ഞെരിച്ച് അവളെ കൊന്നേനെ. ലെമൺ സ്പൂൺ മത്സരത്തില് കിട്ടു മനഃപൂർവ്വം തന്നെയാ ഉണ്ണിയെ തള്ളിയിട്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നടക്കുന്നതിന് മുന്നിൽ കുപ്പിച്ചില്ലിട്ടതും നീയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ നിന്നോട് ക്ഷമിച്ചത് എന്താണെന്നറിയോ? നീ എന്റെ അനിയത്തി ആയതുകൊണ്ട്. കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടത് സ്നേഹമാണ്. അവർക്ക് നേർവഴിയാ കാണിച്ചു കൊടുക്കേണ്ടത്. ഓരോന്ന് ജയിക്കാൻ വേണ്ടി നീ തന്നെ കുറുക്ക് വഴി പറഞ്ഞു കൊടുത്താ നാളെ കിട്ടു നിന്നെക്കാളും മോശമായിട്ട് തീരും. എന്റെ മോന്റെ ഭാവി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ ഉപദേശമൊന്നും വേണ്ട. നിന്റെ മകൻ കിട്ടു എനിക്ക് ഉണ്ണിയെ പോലെ തന്നെയാ. അവൻ വഴി തെറ്റി സഞ്ചരിച്ച അവനെ നേർവഴിക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഈ എനിക്കുണ്ടെന്ന് നീ മനസ്സിലാക്കിക്കും. അതിനി നീയാണെങ്കിലും അത് നിന്നെ നിർത്തി ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട്. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാ ഇനി ഇങ്ങനെ സംസാരിച്ചു നിൽക്കില്ല. പോവാ നോക്ക്. വാടി. വീട്ടിലേക്ക് പോവാം അമ്മേ. ചേട്ടന് കിട്ടിയ പ്രൈസേ വീട്ടിൽ പോയി എല്ലാരെയും കാണിക്കണം. ദാ നോക്ക്, ഇവിടെ നടന്നതൊന്നും വീട്ടിൽ പോയി പറയരുത്. അത് ഉണ്ണിയെ കിട്ടു താഴെ തള്ളിയിട്ടതും ദമയന്തി ആന്റി ഞാൻ നടക്കുമ്പോ എന്റെ മുന്നിൽ ചില്ല് കൊണ്ടിട്ട് കാല് മുറിഞ്ഞതും ഇതൊന്നും വീട്ടിൽ പറയരുത് കേട്ടോ. മനസ്സിലായോ? പ്രൈസ് കിട്ടിയത് മാത്രമേ പറയൂ, വേറെ ഒന്നും പറയില്ല. പക്ഷേ ഏട്ടൻ ജയിച്ചതിന് ഞങ്ങൾക്ക് പാർട്ടി തരണം. നിങ്ങൾക്ക് ഞാൻ പാർട്ടി തരാം. ഐസ്ക്രീം, ചോക്ലേറ്റ് എല്ലാം വാങ്ങിത്തരാം. എന്നാ പോവാ. പ്രൈസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടാ. അതേട്ടാ, നല്ല ഭംഗിയുണ്ട്. കഷ്ടപ്പെട്ട് പ്ലാൻ ഇട്ടപ്പോ എന്റെ മോൻ ജയിക്കാതെ ആ ഉണ്ണി ജയിച്ചിരിക്കുന്നു. എല്ലാ സമ്മാനവും അവൻ തട്ടിയെടുത്തു. ഈ പ്രൈസ് ഒക്കെ കൊണ്ടുപോയി ഷെൽഫിൽ വെക്കേട്ടാ. എല്ലാരും കാണുന്നത് പോലെ വെക്കേട്ടാ. വയസ്സിന് മൂത്തതാണെന്ന് പോലും നോക്കാതെ ആ വസു എന്നെ കാർത്തിക അടിക്കുന്നത് പോലെ അടിച്ചത്. നല്ല സമയം നോക്കി വസുവിന് നല്ലൊരു തിരിച്ചടി കൊടുക്കണം. കൺഗ്രാസ് ഉണ്ണി, എല്ലാ പ്രൈസും നിനക്ക് തന്നെ കിട്ടിയല്ലോ. അതെ മുത്തശ്ശി, താങ്ക് യു. പഠിത്തത്തിലും സ്പോർട്സിലും ഉണ്ണിയേട്ടനാ ഫസ്റ്റ് മുത്തശ്ശി. ഏട്ടനോട് മത്സരിച്ച് ജയിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല മുത്തശ്ശി. നീ ഗ്രേറ്റാ ഉണ്ണി. ആഹാ, കൊള്ളാം കൊള്ളാം. വളരെ നന്നായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട്. ആ ഉണ്ണിച്ചെറുക്കൻ ഗ്രേറ്റ് ആണെങ്കിലേ എന്റെ മകൻ എന്താ വേസ്റ്റ് ആണോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല ദമയന്തി. പക്ഷെ അമ്മ ഉദ്ദേശിച്ചത് അതല്ലേ. അവൻ സമ്മാനം വാങ്ങിച്ചപ്പോ അവനെ പ്രശംസിച്ചിട്ട് അമ്മ ഉമ്മ വയ്ക്കുന്നു. പക്ഷെ എന്റെ മകൻ കിട്ടുവിനെ തിരിഞ്ഞു നോക്കിയോ അമ്മേ? അങ്ങനെയല്ല ദമയന്തി, ഉണ്ണി ജയിച്ചത് കൊണ്ടാ അവനെ പുകഴ്ത്തിയത്. അതൊരു തെറ്റാണോ? അപ്പൊ എന്റെ മകൻ തോറ്റതിന് അവനെ സമാധാനിപ്പിക്കില്ലേ? ഇത് തെറ്റല്ലേ അമ്മേ?
കിട്ടു ഇവിടെ വാ. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ തലയിലെടുത്ത് നല്ലതല്ലാത്തോണ്ടാ നിങ്ങളോട് സഹായം ചോദിച്ചത്. അവസാനം സഹതാപം പോലും ചോദിച്ചു വാങ്ങിക്കേണ്ട ഗതികേടാ എനിക്കുള്ളത്. എന്ത് സംഭവിച്ചിട്ടാ ചേച്ചി ഇങ്ങനെ ഇപ്പൊ സംസാരിക്കുന്നേ? ഇതിനു മുകളിൽ എന്താ സംഭവിക്കേണ്ടത്? അമ്മ ഞങ്ങളോട് മാത്രം പക്ഷഭേദം കാണിക്കുക. എന്നെ പ്രസവിച്ചിട്ട് ചെറിയമ്മയ്ക്ക് ദത്ത് കൊടുത്തില്ലേ? ചെറിയമ്മയുടെ വീട്ടിൽ വളർന്നതുകൊണ്ട് അമ്മയ്ക്ക് എന്നോട് ഒട്ടും തന്നെ സ്നേഹമില്ല. തോറ്റ കിട്ടുവിനോട് സഹതാപം പോലും ഇല്ല. പേരക്കുട്ടിയോട് പോലും ഒട്ടും താല്പര്യമില്ല. ഇത് നോക്ക്, സ്വന്തം വീട്ടിൽ പോലും അന്യരായിട്ട് കഴിയുക. അമ്മ അതുപോലെ പക്ഷഭേദം കാണിക്കില്ല ദമയന്തി. നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അമ്മ നിന്നെ ദത്ത് കൊടുത്തത് ദമയന്തി. അമ്മയുടെ അനിയത്തിക്ക് മക്കളില്ലാത്തത് കൊണ്ട് കൊടുത്തേ. പക്ഷെ ഇത്രയും വർഷമായിട്ട് എന്നോട് അന്യായല്ലേ കാണിച്ചത്? ഇപ്പോഴും അത് തന്നെയാ നടക്കുന്നത്. നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ദമയന്തി. നീ ഈ വീട്ടിൽ ജനിച്ച പെണ്ണ. നിനക്കിവിടെ എല്ലാ അവകാശവും അധികാരവും ഉണ്ട്. പേരിന് മാത്രമേ അതൊക്കെ ഉള്ളൂ. പക്ഷെ അധികാരമൊക്കെ നിങ്ങളടുക്കല്ലേ? എന്റെ മോൾക്ക് ആഭരണം വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുന്നില്ല. ദാ ഈ ഉണ്ണിച്ചെറുക്കന് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ട്. അവന് സമ്മാനം കിട്ടിയ മാനോളം പൂർത്തി സംസാരിക്കും. പക്ഷെ എന്റെ കിട്ടുമോനെ അന്യനായിട്ടാ കാണുന്നത്. ഞങ്ങൾക്ക് കണ്ണീരും അപമാനവും അല്ലാതെ അവകാശവും അധികാരവും ഒന്നുമില്ലല്ലോ. എന്തു പറ്റി അമ്മേ? ഈ ഒന്നുമില്ല. ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ. ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെ എല്ലാവരും എന്തിനാ ഇങ്ങനെ കൂടി നിൽക്കുന്നേ? എന്താ നടന്നെന്ന് പറയൂ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ല ഏട്ടാ. ഏട്ടൻ ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ആഹാരം കഴിക്കാം. അമ്മേ എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വിഷമിക്കുന്നത് ഞാനാണ് ഏട്ടാ. മത്സരങ്ങൾക്കൊക്കെ ജയിച്ചതുകൊണ്ട് അമ്മ ഉണ്ണിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുവാണ്. ഈ കുടുംബത്തിന്റെ ശരിക്കുള്ള അവകാശിയായ കിട്ടുവിനോട് എന്ത് പറ്റിയെന്നൊരു വാക്ക് പോലും ചോദിച്ചില്ല. ഞങ്ങളൊക്കെ അമ്മയ്ക്ക് അത്രമാത്രം അകന്നവരായി പോയില്ലേ? അമ്മയ്ക്ക് അങ്ങനെ ഒരു വേർതിരിവില്ല ദമയന്തി. ഉണ്ടായിരുന്നെങ്കിൽ നീ അവരുടെ മകളാണെന്ന് ഒരിക്കലും പറയില്ലായിരുന്നു. ആ സത്യം അമ്മയായിട്ട് എന്നോട് എപ്പോഴാ പറഞ്ഞത്? ചേട്ടനോട് പറയുമ്പോ ഞാനത് കേട്ടതാ. അമ്മയുടെ സ്നേഹത്തെ നീ ഒരിക്കലും തള്ളി പറയരുത് ദമയന്തി. അമ്മയ്ക്ക് നമ്മൾ 4 പേരും ഒരുപോലെയാണ്. അങ്ങനെയല്ല ചേട്ടാ. അമ്മ ഈ ഉണ്ണിയെ മാത്രം തലയെ കയറ്റി വെച്ചോണ്ട് നടക്കുക. സ്വന്തം പേരക്കുട്ടിയായ കിട്ടുവിനെ മാത്രം താഴെയിട്ട് ചവിട്ടി താക്കുവാണ്. ഒന്നും മതിയാക്ക ദമയന്തി. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഉണ്ണി ഞങ്ങൾക്ക് അന്യനല്ലെന്ന്. അവൻ എന്റെ മകനാണ്, എന്റെ അനന്തരാവകാശി. കിട്ടുവാണെങ്കിൽ എന്റെ മരുമകനാണ്. എന്റെ കണ്ണിലും അമ്മയുടെ കണ്ണിലും ഇവിടെയുള്ള എല്ലാവരുടെ കണ്ണിലും ഉണ്ണിയായാലും കിട്ടുവായാലും തുല്യരാണ്. എവിടെയാണ് ചേട്ടാ തുല്യത ഉള്ളത്? രണ്ടുപേർക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്.